ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എന്നെ പോലൊരു യൂട്യൂബർ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ടാക്സ് എങ്ങനെയാണ് ഐഡിയലി ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് ആസ് എൻ എക്സ്പേർട്ട് പറഞ്ഞു തരിക? ഏത് ബിസിനസ് ഇൻകം പോലെയും ടാക്സിന്റെ പരിധിയിൽ വരുന്നതാണ് യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഇവരെല്ലാം. അപ്പോൾ അവരുടെ ഇൻകം എന്തൊക്കെയാണ്, അതിലുള്ള കൺസൾട്ടിങ്, ആഡ് ക്രിയേഷൻസ്, അതിൽ യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം, ഇതെല്ലാം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കീപ്പ് ചെയ്യുക, ഇൻവോയ്സസ് കീപ്പ് ചെയ്യുക, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ ഇൻകം അസസ് ചെയ്യുക, ഇതിൻ്റെ എക്സ്പെൻസസ് അസസ് ചെയ്യുക, എക്സ്പെൻസിനും സപ്പോർട്ടിങ്സ് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ഇത് ചെയ്തിട്ട് അതിൽ ITR ഏതാണ് കറക്റ്റ് ഫോം ITRൽ അതിൽ ഫയൽ ചെയ്യും. മാത്രമല്ല ഇതിന് GST നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ GST കംപ്ലൈൻസ് കംപ്ലീറ്റ് ചെയ്യുക, GST രജിസ്ട്രേഷൻ എടുക്കുക, നല്ലൊരു ടാക്സ് അടയ്ക്കേണ്ട ഒരു ഇതിലാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് പോലുള്ള കാര്യം. ഇതാണ് ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ, നല്ലൊരു നികുതിദായകൻ എന്നതിൽ ചെയ്യേണ്ട കാര്യം.